ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. തലവേദന എടുക്കുന്ന ലെവലിലുള്ള ഒരു ബഹളം ലൈവിനകത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനും ലക്ഷ്മിയും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയായിരുന്നു. ആര്യന്റെ ഒരു വെള്ള ടീഷർട്ട് ലക്ഷ്മി എടുത്ത ഒരു വാഷ്റൂം ഏരിയയിലെ സോഫയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് താഴെ വീണതാണോ അതോ എന്തോ അങ്ങനെ എന്തോ സംഭവിച്ചതായിരിക്കണം. പക്ഷെ ആര്യൻ ഇതൊരു വമ്പൻ ഇഷ്യൂ ആക്കുന്നുണ്ട്. എന്റെ വൈറ്റ് ടീഷർട്ട് എടുത്ത് താഴെ ഇട്ടു, ചെളിയാക്കി, സോഫയിൽ വെച്ചിരുന്ന ടീഷർട്ട് താഴെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ മുഷിഞ്ഞ വസ്ത്രം ഞാൻ എടുത്ത് എവിടെയും വെക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അവിടെ ചേഞ്ചിങ് റൂമിന്റെ അകത്ത് ഹുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് അവിടെ കിടക്കേണ്ട സാധനമാണ്. അപ്പം വാഷ്റൂമിലുള്ള ആ ഒരു സീറ്റിൽ കൊണ്ട് വെച്ചെന്നുള്ളൊരു കാര്യമേ ലക്ഷ്മി ചെയ്തിട്ടുള്ളൂ. വാഷ്റൂം ക്യാപ്റ്റൻ ജിഷിൻ ആയിരുന്നത് അപ്പാനിയും അക്ബറും ഒക്കെ കൂടി ജിഷിന്റെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. ഷാനവാസും ഉണ്ടായിരുന്നു കൂട്ടിന്. ജിഷിൻ സോറി പറഞ്ഞിട്ടും ഇവര് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആര്യന്റെ വസ്ത്രം സൂക്ഷിക്കേണ്ട ചുമതല ആര്യന് മാത്രം ഉള്ളതാണ്. അതെടുത്ത് അവിടെ ഇവിടെ ഇട്ട് പിന്നെ ഇതിങ്ങനെ വന്ന് നിന്നിട്ട് ലക്ഷ്മി സോറി പറയണം, എന്റെ വെള്ള ടീഷർട്ട് ചെളി പറ്റിയതിന് സോറി പറയണം എന്നൊക്കെ പറയുന്നതില് ഒരു രീതിയിലുള്ള അർത്ഥവും ഇല്ല. പിന്നെ കൂട്ടം കൂടി നിന്നിട്ട് അനുമോൾക്കെതിരെ ഇറക്കുന്ന മാതിരി മറ്റേ പട്ടിഷോ ഒക്കെ ലക്ഷ്മിയുടെ അടുത്തോട്ട് ഇറക്കിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. UK-കാരത്തിയാണ് അവളുടെ UK-യുടെ അതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മുതല് വേറെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ സോറി പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. ബാർക്ക് ലൗഡർ, കുറച്ചുകൂടെ ഒച്ചത്തിൽ കുരയ്ക്ക് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ പ്രൊവോക്ഡ് ആയിട്ട് ആര്യൻ ലക്ഷ്മിക്ക് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു സ്കേർട്ട് എടുത്തിട്ട് ആ ഒരു ഇതിന് മുകളിലേക്ക് എറിയുന്നുണ്ട്. അപ്പൊ അതവിടെ കിടപ്പുണ്ട്, ആ സ്കേർട്ട് അവിടെ കിടപ്പുണ്ട്. അതിനി അടുത്ത വഴക്കിനുള്ള സാധനമായി. ആര്യൻ ഇതുമായി അപ്പാനിയുടെയും അക്ബറിന്റെ അടുത്ത് പറയുമ്പോൾ അക്ബർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അവര് എന്നുവെച്ചാൽ സന്തോഷിക്കുവാണ്. പ്രൊവോക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഈ രീതിയിലുള്ള പരിപാടികൾ വിവരക്കേടാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ മൂന്ന് വിവരം കെട്ടവന്മാർ വരുന്ന ചിരിക്കുന്നത് കണ്ടായിരുന്നു ലൈവിനകത്ത്. സ്വന്തം ക്ലോത്ത്സ് സൂക്ഷിക്കാൻ പോലും അറിയാൻ മേലാത്ത ആര്യനൊക്കെ എന്ത് സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണോ ഉള്ളതെന്ന് അറിയത്തില്ല. സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു മെച്യൂരിറ്റി പോലും ഇല്ല ആര്യന്. ഇതൊരുമാതിരി ലക്ഷ്മിയായി കുറച്ചു നേരത്തേക്ക് ലക്ഷ്മി അവിടുത്തെ കുറച്ചു നേരത്തെ സ്റ്റാറായി. ലൈവ് കണ്ടവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഷാനവാസിന്റെ കോപ്പിയും മൊനിയിലും ജിസയിലും ആര്യനും അക്ബറും ശരത്തും എല്ലാവരും ലക്ഷ്മിയുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഒരു കാഴ്ച. ഇതൊരു വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. വയൽക്കാടുകളിൽ ആരും തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മിയുടെ ആ ഒരു നേച്ചർ അവിടെ എന്തായാലും വലിയ രീതിയിൽ ഒരു ചർച്ച ഫസ്റ്റ് ഡേ തന്നെ ആയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ രീതിയിൽ ഒരു ഫൈറ്റ് ലക്ഷ്മിയുടെ ഈ ഒരു വൃത്തി പ്രശ്നത്തിൽ നിന്നുണ്ടാവുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.